അരയോളമായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഇഷ്ടത്തിന് സഞ്ചരിക്കും. അരയോളമായാലും നടക്കാൻ പറ്റും. ഷോൾഡർ റോളായാലും കുറച്ചും കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ നടക്കും. നമ്മളെ ഇഷ്ടം കുറേ ദൂരം വരും. പക്ഷെ തലമുട്ട് ആത്മാവിൽ മുങ്ങിയ എൻ്റെ ഇഷ്ടം അടിയിലാകും. ആത്മാവിൻ്റെ ഇഷ്ടത്തിൽ നീന്തി നടക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കാൻ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുന്ന നിലവാരത്തിലെത്താൻ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കടന്നു എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 13-ാം വാക്യവും 14-ാം വാക്യവും വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. വായിച്ചേ. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചേ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ഇതിനകത്ത് കർത്താവിന് ബോധിച്ച ആൾക്കാരായിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം വെളിപ്പെടുകയാണ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കുമ്പോൾ കീബോർഡില്ല, കയ്യടിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, പക്ഷെ ഒരു അഭിഷേകം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇതൊന്നും ഉള്ളപ്പോഴും മാത്രമല്ല അഭിഷേകം വരുന്നത്. ആമേൻ. ദൈവവചനം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോഴും നമ്മൾ അപ്പൻ്റെ അടുക്കൽ ഇരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും തീർന്നില്ല. ശലോമോൻ ഉറങ്ങിക്കിടന്നപ്പോഴും അഭിഷേകം. ശലോമോൻ്റെ അഭിഷേകം വന്നു. ഉറങ്ങിക്കിടന്നപ്പോഴും ശലോമോൻ്റെ മേൽ എന്തിറങ്ങി? അഭിഷേകം ഇറങ്ങി, ദൈവശക്തി ഇറങ്ങി, കൃപ ഇറങ്ങി, ജ്ഞാനം ഇറങ്ങി, ദൈവിക വരം ഇറങ്ങി. ഉറങ്ങിക്കിടന്നപ്പോഴാ നോക്കി നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു അല്ലേ? ആരോട്? ശലോമോനോട്. ആ കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ട് ചോദിക്കാൻ, മക്കളെ ഞാനുണ്ട് നിനക്ക്. അടുക്ക വിളിക്കുക. എന്തിനു വിളിക്കുക? അടുക്ക വിളിക്കുക. അപ്പൻ്റെ അടുക്ക വിളിക്കുക. അവൻ ബോധിച്ച്, ചിലരെന്ത് ചെയ്തു? ബോധിച്ചവർ, തനിക്ക് ബോധിച്ചവർ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും യേശപ്പന് ബോധിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പന് ബോധിക്കാത്തവർക്കൊന്നും ഈ പള്ളി വന്നിരിക്കാൻ പറ്റത്തില്ല. അപ്പന് ബോധിച്ചവരെല്ലാം അപ്പൻ ഈ പള്ളിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പന് ബോധിച്ചിട്ട് അപ്പൻ അടുത്തെന്ത് ചെയ്തു? അടുത്ത് വിളിച്ചു. അടുക്കൽ വിളിച്ചു. വിളിക്കുമ്പോൾ എന്തോ എന്നോട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കർത്താവ് അടുക്ക വിളിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും എൻ്റെ അപ്പന് എന്തോ സംസാരിക്കാൻ ഉണ്ട്. അടുക്ക വിളിക്കുമ്പോൾ നിങ്ങളോടും എന്നോടും എൻ്റെ അപ്പന് എന്തോ സംസാരിക്കാൻ, പറയാൻ, ഏൽപ്പിക്കാൻ ഉണ്ട്. ഈ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ അവസാന നിമിഷം, അല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ഈ പകൽക്കാലം എൻ്റെ അപ്പൻ അടുക്ക വിളിക്കുന്ന വേറൊന്നിനല്ല. മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നീ സ്തോത്രം ആരാധിച്ചു, ചില വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ചിലതിന് വേണ്ടി നീ കൃപ പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു, ബലപ്പെട്ടു, നീ ആത്മാവിൽ നിറഞ്ഞു, പുത്തൻ അഭിഷേകം പ്രാപിച്ചു, പുത്തൻ കൃപ പ്രാപിച്ചു, അന്യഭാഷകളാൽ നിറഞ്ഞു, വരങ്ങളെ 2 ദിവസവും തീക്കകത്തിരുന്ന് നീ ആരാധിച്ചു. പക്ഷെ ഇന്ന് നിന്നെ അടുക്കൽ വിളിക്കുന്നത് ചിലതിനെ കൂടെ നിന്റെ മേൽ കൈമാറാനാണ്, ചിലതിനെ കൂടെ നിനക്ക് തരാനാണ്. നിന്നെ ഞാൻ അടുത്ത് വിളിക്കുന്നത് മറ്റൊന്നിനുമല്ല. അടുത്തൊരു ഡ്യൂട്ടി, അടുത്തൊന്ന് എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഏൽപ്പിക്കാനുണ്ട്. അതിനാണ് ഞാൻ നിന്നെ എൻ്റെ അടുക്കൽ. ജീസസ് ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഓരോന്ന് ദൈവം ഏൽപ്പിക്കുകയാണ്. ഓരോന്ന് എല്ലാവർക്കും ഉണ്ട്. വയസ്സ് പ്രായ ഭേദമില്ലാതെ എല്ലാവർക്കും ഉണ്ട്. മോശ 80-ാമത്തെ വയസ്സിൽ മോശയുടെ അടുക്കൽ യഹോവയാകുന്ന എത്ര വയസ്സ്? ഇതിനകത്ത് 80 വയസ്സുള്ളവരുണ്ടെന്ന് എനിക്കറിയത്തില്ല. 80 വയസ്സായ മോശയുടെ അടുക്കൽ ചെന്ന് എന്ത് ചെയ്തു? സ്തോത്രം. കർത്താവ് ഇറങ്ങി നിന്ന് പറഞ്ഞു, മോനെ നിനക്ക് ഒരു വലിയൊരു സൈന്യത്തെ പറവോൻ്റെ മുഖത്ത് നിന്ന് കൊണ്ടുവരാൻ നിന്നെ ഇനിയാ ഞാൻ അയക്കാൻ പോകുന്നത്. എത്ര വയസ്സിൽ? ഹല്ലേലൂയ. 80-ാമത്തെ വയസ്സിൽ ഞാൻ നിന്നെ അയക്കാൻ പോകും. എന്തിനു വേണ്ടി? ഒരു വലിയൊരു സൈന്യത്തെ എന്നെ ആരാധിക്കാൻ. എങ്ങനെ ആരാധിക്കാൻ പറ്റാതെ കെട്ടപ്പെട്ട് ചങ്ങലക്കകത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ എൻ്റെ അടുക്കൽ ആരാധിക്കാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ 80-ാമത്തെ എത്രാമത്തെ വയസ്സിൽ? പറ, എത്രാമത്തെ വയസ്സിൽ? 80-ാമത്തെ. പറഞ്ഞേ. 80-ാമത്തെ വയസ്സിൽ മോശ എന്ന വിക്കനായ സാധാരണക്കാരനായ ഒളിച്ചോടിയ പരാജയം സമ്മതിച്ച, ഇനി എന്നെ കൊണ്ട് പറ്റുകയില്ലെന്ന് പറഞ്ഞ് പരാജയപ്പെട്ട, ആൾക്കാരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട, 40 വർഷം കൊട്ടാരത്തിനകത്ത് എല്ലാ രീതിയിലും വലിയവനായി ജീവിച്ച, 40-ാം വയസ്സിൽ ചാടി ഇറങ്ങി ഒരാളിനെ കൊന്ന് കുഴിച്ചിട്ടതുകൊണ്ട് അപമാനം ഏറ്റുവാങ്ങി ഒളിച്ചോടി 40 വർഷം വീണ്ടും ആടുകളെ മേച്ച്
വനാന്തരങ്ങൾ കിടന്ന മോശ എന്ന ഭക്തൻ ഇനി ജീവിതത്തിലെല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ ലൈവായി ലൈവായി മുൾപ്പടർപ്പിൽ ഇറങ്ങി മോശയോട് സംസാരിച്ചതുപോലെ ഇതിനകത്ത് ചില മക്കളോട് ലൈവായി നിന്റെ അടുക്കൽ നിന്ന് മകനെ മകളെ എന്ന് പേര് ചൊല്ലി വിളിച്ച് സംസാരിക്കാൻ അധികാരമുള്ള ഒരു വയസ്സ് നോക്കണ്ട, പ്രായം നോക്കണ്ട, ആരോഗ്യം നോക്കണ്ട, കഴിവ് നോക്കണ്ട, പഠിപ്പ് നോക്കണ്ട, പ്രാഗൽഭ്യം അല്ല വേണ്ടത്, അക്ഷരജ്ഞാനമല്ല വേണ്ടത്. എനിക്ക് ബൈബിൾ കോളേജിൽ പഠിത്തമില്ലല്ലോ, അയ്യോ ഞാൻ ബൈബിൾ ഒരുപാട് പഠിച്ചിട്ടില്ലല്ലോ. ഇല്ല, ആത്മാവ് എൻ്റെ നിന്റെ അകത്തിറങ്ങിയാൽ ബൈബിളിലുള്ളത് മുഴുവൻ ഉള്ള എൻ്റെ നാഥൻ എൻ്റെ അകത്തിറങ്ങിയാൽ ആത്മാവിന് സംസാരിക്കാനുള്ളത് ആത്മാവ് സംസാരിച്ച കെട്ടുപൊട്ടും, ആത്മാവ് സംസാരിച്ചാൽ അസ്ഥി ജീവിക്കും, ആത്മാവ് ഇറങ്ങിയാൽ ചത്തത് എഴുന്നേൽക്കും, ആത്മാവ് ഇറങ്ങിയാൽ അത്ഭുതം സംഭവിക്കും, ആത്മാവ് ഇറങ്ങി ബെഥസ്ദ കുളത്തിന്റെ കരയിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റു, ആത്മാവ് ഇറങ്ങി സുന്ദര ഗോപുരത്തിന്റെ നടുവിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റു, ആത്മാവ് ഇറങ്ങി പാവികൾ മാനസാന്തരപ്പെട്ടു, ആത്മാവ് ഇറങ്ങി ഭൂതങ്ങൾ അലറി ഓടി, ആത്മാവ് ഇറങ്ങി ദുർഭൂത മണ്ഡലങ്ങൾ അഴിഞ്ഞു. ഹല്ലേലൂയ. അക്ഷരം ഇറങ്ങിയപ്പോഴല്ല അത്ഭുതം നടന്നത്, ആത്മാവ് ഇറങ്ങിയപ്പോൾ. എങ്ങനെ അക്ഷരം ഇറങ്ങിയപ്പോഴല്ല അത്ഭുതം നടന്നത്, ആത്മാവ് ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ എനിക്ക് അറിവില്ലല്ലോ, അയ്യോ എനിക്ക് പ്രായമായല്ലോ, അയ്യോ എനിക്ക് പക്വതയില്ലല്ലോ, അയ്യോ എനിക്ക് ജ്ഞാനമില്ലല്ലോ, അയ്യോ എനിക്ക് ഉൾഭയമാണല്ലോ. പേടിക്കണ്ട. 80-ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിൽ മോശ പറഞ്ഞു, മോനെ ഒരു വലിയ സൈന്യത്തെ കൊണ്ടുവരാൻ. നിന്നെ സ്വത്രം ഹല്ലേലൂയ ഞാൻ കണ്ടിരിക്കുക. ഇവൻ അടുത്തടുത്ത് നടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് മക്കളെ. നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? വിശുദ്ധ ഭൂമി. നിന്റെ കാലിൽ ചെരിപ്പഴിച്ച് കളയുക. എവിടെയാണ് കർത്താവ് ഇറങ്ങിയത്? മുൾപ്പടർപ്പിൽ. എവിടെയാണ് കർത്താവ് ഇറങ്ങിയത്? വനത്തിനകത്ത്. എവിടെയാണ് കർത്താവ് ഇറങ്ങിയത്? പള്ളിക്കകത്തല്ല. പിന്നെ സ്വത്രം വിശുദ്ധമായി സൂക്ഷിച്ച ഒരു സ്ഥലത്തല്ല ഇറങ്ങിയത്, പിന്നെ അശുദ്ധമായി അല്ലെങ്കിൽ മുള്ളുകളും പറക്കാരകളും സ്വത്രം മൃഗസമ്പത്തുകൾ നിറഞ്ഞ സ്വത്രം ഒരു മുൾപ്പടർപ്പിനകത്താണ് ഒരുപക്ഷെ ആരിറങ്ങിയേ? കർത്താവ് ഇറങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ വിശുദ്ധ ഭൂമിയായത്? വിശുദ്ധൻ ഇറങ്ങുന്ന എവിടമുണ്ടോ അവിടം വിശുദ്ധമാ. അത് കൊട്ടാരമായാലും അത് കുടിലായാലും ഇനി തീർന്നില്ല. ഞാനും നിങ്ങളും കർത്താവിൻ്റെ മന്ദിരം അപ്പൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾ ആരാകും? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാ. എങ്ങനെ വിശുദ്ധമായി? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാ ജനനാ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനനാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു കൃപ. പരദേശികൾ നാം ഭാഗ്യ സന്തോഷത്തോടെ പാടിക്കേ, ചിരിച്ചോണ്ട് പാടിക്കേ. കൃപ വിശുദ്ധ ജാതിന അവനവകാശമാഞ്ജന. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശമാഞ്ജനം. യഹോവാ ദൈവമാ. സങ്കടത്തോടെ ചിരിച്ചോണ്ട് പാടിക്കേ. നമ്മൾ ആരാ? വിശുദ്ധ ജാതി, കർത്താവിന്റെ അവകാശ മക്കൾ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അവകാശ മക്കൾ. കർത്താവ് ഇറങ്ങുന്ന സ്ഥലം എവിടെ ഉണ്ടോ അവിടെ വിശുദ്ധമാണ്. എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ മുറിക്കകം കർത്താവ് ഇറങ്ങിയ വിശുദ്ധമാണ്. എൻ്റെ യേശു ഇറങ്ങുന്ന ഏത് സ്ഥലമുണ്ടോ അവിടെ വിശുദ്ധമാണ്. ഏത് മലയുടെ പുറത്ത് യേശു ഇറങ്ങിയാൽ വിശുദ്ധമാണ്. യോശു അടുത്ത് വരുമ്പോൾ പറഞ്ഞു, മോനെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ ചെരിപ്പഴിച്ച് കളക. മോശയോട് മോനെ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകൽ നിന്റെ കാൽ ചെരിപ്പഴിച്ച് കളക. എൻ്റെ യേശു ഇറങ്ങുന്ന എല്ലാ സ്ഥലവും വിശുദ്ധ ഭൂമിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഇതിനകത്തും കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. മോശയുടെ അടുക്കൽ ഇറങ്ങി മോശ അടുത്ത് വന്നു. മോശയെ ചിലത് ഏൽപ്പിച്ചതുപോലെ ഇന്ന് ഇതിനകത്ത് ചിലരെ ഏൽപ്പിക്കാൻ വിളിക്കുകയാണ്. എങ്ങനെ ഏൽപ്പിക്കാൻ വിളിക്കുകയാണ്. കർത്താവ് അടുക്കൽ വിളിച്ചു വാക്കും ബാക്കി അകത്തങ്ങ് ഇറങ്ങട്ടെ. 13-ാം വാക്യം, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ. എങ്ങനെ കർത്താവിന് ബോധിച്ചവരെ. എന്നെ നിങ്ങളെ കർത്താവിന് ബോധിച്ചത് കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്നെ നിങ്ങളെ കർത്താവിന് ബോധിച്ചത് കൊണ്ടാണ്